ചിരൂരിലെ മണ്ണടരുകൾക്കിടയിൽ നിന്ന് അർജുൻ്റെ ഒരു ശബ്ദത്തിനായ അർജുനെ കാണാനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ എല്ലാവരും. ആ കാത്തിരിപ്പിന് 6-ാം ദിവസമാണ്. അവിടേക്കാണ് ഒരു പ്രതീക്ഷയായി സൈന്യം വന്നിറങ്ങുന്നത്. കനത്ത മഴ അപ്പോഴും വെല്ലുവിളികൾ ഉയർത്തുന്നു. വലിയ പ്രതിസന്ധികളുള്ള രക്ഷാദൗത്യത്തിൽ ഇടയ്ക്കിടെ അങ്ങനെ വെല്ലുവിളിയായി മഴ പെയ്യുന്നു. ഇപ്പോൾ ഇതാ സൈന്യം അവിടെ ഇറങ്ങിയിരിക്കുന്നു. അവരുടെ പ്രാഥമികമായ പരിശോധനകളിലാണ്. ഇനി രക്ഷാദൗത്യത്തിലേക്ക് സൈന്യത്തിൻ്റെ കരങ്ങൾ എത്തുകയാണ്. അത് നൽകുന്ന പ്രതീക്ഷ അർജുൻ്റെ കുടുംബത്തിന്, മലയാളികൾക്കാകെ നൽകുന്ന ഒരു പ്രതീക്ഷ വലിയ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സൈന്യത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് എത്തുമ്പോൾ തന്നെ. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, ഇപ്പോൾ മഴയ്ക്ക് നേരിയ തോതിലെങ്കിലും ശമനമായിട്ടുണ്ടോ? കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് പെയ്ത മഴ അതിശക്തമായ മഴയാണ്. ആ കുന്നിൽ നിന്ന് മണ്ണിങ്ങനെ കലങ്ങി ഒഴുകി താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കാണാമായിരുന്നു. രക്ഷാദൗത്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതി അങ്ങനെ ഒരു നിമിഷം അവിടെ ഒരു പ്രതിബന്ധം തീർക്കുന്നുണ്ടോ? ഗോകുൽ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് നമുക്കങ്ങനെ ഒരു സാധാരണ നിലയിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ കാലാവസ്ഥയുടെ ഒരു ഗതി അങ്ങനെയാണ്. ശക്തമായ മഴ, അതോടൊപ്പം തന്നെ ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകിയിരിക്കുന്നു, ശക്തമായ കാറ്റിവിടെ വീശുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിലവിൽ നമുക്ക് കാണാം ഈ മണ്ണും ചളിയും മാറ്റുന്ന അവരുടെ ശ്രമം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ നമ്മൾ രാവിലെ വന്ന് കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഇതിൽ പകുതി ഭാഗവും, അതായത് വലിയൊരു ചെളിയുടെ ഒരു കൂന തന്നെയായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ നിലവിൽ കാണുന്ന ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഇന്നലെ ഈ സിഗ്നൽ ലഭിച്ചത്. അവിടെ തന്നെയാണ് ഇവർ ഈ മണ്ണ് നീക്കം ചെയ്യുന്നത്. അതിൻ്റെ പകുതി ഭാഗം ഇതിനകം തന്നെ അവർക്ക് നീക്കം ചെയ്യാൻ, ഈ ചെളിയും മണ്ണും നീക്കം ചെയ്യാൻ ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ NDRFിൻ്റെയും ഈ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടവരെല്ലാം ഈ സൈന്യത്തിനൊപ്പമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു മറുവശത്താണ് സൈന്യം അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിശോധന, ഈ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ദൗത്യ മേഖലയിലേക്ക് അവരെത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ പകുതിയോളം മണ്ണെടുത്തതിന് ശേഷവും എന്തെങ്കിലും ഒരു സാന്നിധ്യം ഒന്നും പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. നിലവിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ ഇപ്പോൾ ആ മണ്ണെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറമാണ് ഈ സിഗ്നൽ ഉള്ളത് കൊണ്ട് തന്നെ ആ മണ്ണ് കൂടി പൂർണ്ണമായി എടുത്താൽ മാത്രമേ ഈ ലോറി ഇതിനടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിച്ച് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൽ ഇപ്പോൾ പങ്കുവെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത്, ഈ രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെട്ടവർ പറയുന്നത് ലോറി ഇതിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഈ പുഴയിൽ കൂടി ഇവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. നേവിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷേ ഈ സൈന്യത്തിൻ്റെ ഒരു സംഘം കൂടി ഈ പുഴയിൽ കൂടി രക്ഷാപ്രവർത്തനം, അത്തരം ഒരു സാധ്യത ഇന്ന് രാവിലെ മുതലാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ പരിഗണനയിൽ. അല്ലെങ്കിൽ അവർ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്ന, നേരത്തെ അത്തരത്തിൽ ഉണ്ടാവില്ല, ഈ മൺകൂന, ഈ കുന്നിടിഞ്ഞു വീണ ഈ മൺകൂനയുടെ അടിയിൽ തന്നെ ആയിരിക്കും ഈ ലോറി ഉണ്ടാവുക എന്ന ഒരു നിഗമനത്തിൽ നേരത്തെ സ്ഥിരീകരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഈ മണ്ണ് നീക്കം ചെയ്തുള്ള ഈ സിഗ്നൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടതിന് ശേഷം അവർ പിന്നീട് നേവിയിൽ നിന്നുള്ള കൂടുതൽ ഈ സ്കൂബ ടീം അംഗങ്ങളെ ഇവിടെ എത്തിക്കുന്നു. അവർ ഈ പുഴയിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു. ദൗത്യ സംഘത്തിന് അങ്ങനെ ഒരു സംശയം കൂടി അവരെ ബാക്കി നിർത്തുന്നു എന്നത് ഒരു സൂചനയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ കൂടി ഒരു നിഗമനം ദൗത്യ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആർമിയും ഈ കരസേനയും ആ കാര്യം പരിശോധിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ വിവരങ്ങൾ ശേഖരിക്കണം, നിലവിലുള്ള സ്ഥിതിയെ സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ, എവിടെ, എങ്ങനെ ഇതിൻ്റെ തെരച്ചിൽ നടത്തണം, ഈ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത്. നിലവിൽ മണ്ണ് ചളിയും നീക്കം ചെയ്യുന്നു. ഇത് പൂർണ്ണമായി നേരത്തെ പറഞ്ഞ സിഗ്നൽ ഉള്ള ഇടത്തോട്ട് കൂടി ഇവർക്ക് ഈ മണ്ണ് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ചെളി നീക്കം ചെയ്യാൻ ഒരു പരിധിവരെ സാധിച്ചേക്കാം. അങ്ങനെയുള്ള ഘട്ടത്തിൽ അവിടെ ഇത്തരം ലോറിയുടെ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ലോറിയുടെ ഒരു സാന്നിധ്യം അവിടെ കാണാൻ, പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ കാണാൻ സാധിക്കുമോ ഏതാണ് നമ്മൾ ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടത്. ഒരുപക്ഷെ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഈ തെരച്ചിൽ ഈ കൂടുതൽ ഈ പുഴയിലേക്ക് ഉൾപ്പെടെ വ്യാപിപ്പിക്കാനുള്ള
ഒരു തീരുമാനം കൂടി ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ പകുതിയോളം തന്നെ, അതായത് ഈ ദേശീയപാതയിൽ നിന്ന് ഈ മൺകൂനയിൽ നിന്ന് പകുതിയോളം തന്നെ ഇവർ നീക്കം ചെയ്ത് ലോറിയിൽ കയറ്റി മണ്ണ് മാറ്റിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഈ സിഗ്നൽ അതിന് മുകളിലാണ്, അതിന് തൊട്ടപ്പുറത്താണ് ആ സിഗ്നൽ ഉള്ളത്. ആ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തിൽ അത് വളരെ ഉയരത്തിൽ തന്നെ ആ മണ്ണ് നിലവിലുണ്ട്. അപ്പോൾ അതിനടിയിലാണോ ഈ ലോറി ഉള്ളത് എന്ന് സ്ഥിരീകരിക്കേണ്ടത് സൈന്യം ഉൾപ്പെടെ ഇവിടെ എത്തിയതിനു ശേഷം അവർ കൂടി തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് നിലവിൽ. തീർച്ചയായിട്ടും പല സാധ്യതകളിലേക്ക് കൂടി ആലോചിക്കേണ്ട ഘട്ടത്തിലേക്ക് ഇന്നത്തെ തെരച്ചിൽ പോകുന്നു. റഡാർ സംവിധാനത്തിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലാണ് മണ്ണ് നീക്കുന്നത്. പക്ഷേ ആ മണ്ണ് നീക്കത്തിൽ ഈ ഘട്ടം വരെ പ്രത്യേകിച്ച് ഈ ലോറിയുടെ ഭാഗങ്ങളുടെ സൂചന ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് പുഴയിലേക്ക് കൂടി കുറച്ചുകൂടി ആഴത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അരിച്ചു പെറുക്കുന്ന ഒരു പരിശോധന പുഴയിൽ കൂടി വേണം എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും സൈന്യം ആ ആക്ഷൻ പ്ലാനിലേക്ക് ഓൺ ദൗത്യത്തിലേക്ക് എപ്പോൾ ഇറങ്ങുമെന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവർ പ്രാഥമികമായ കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. ഉടൻ തന്നെ സൈന്യത്തെ ഈ ദൗത്യഭൂമിയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്.